വേണ്ടിയിട്ട് 49 രൂപ മുതൽ വസ്ത്രങ്ങൾ ഫാക്ടറി വിലയ്ക്ക് കൊടുത്തു തുടങ്ങുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. 9 മണിയായിട്ടുണ്ട്, റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്കും കൂടെ പോകണം. നമ്മുടെ നാട്ടിൽ, ഞാൻ ഇപ്പോൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെഞ്ഞാറമൂട്ടിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അവിടെ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് 49 രൂപ മുതൽ വസ്ത്രങ്ങൾ ഫാക്ടറി വിലയ്ക്ക് കൊടുത്തു തുടങ്ങുന്നു. ഫാക്ടറി ഡയറക്റ്റ് കൊടുത്തു തുടങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരുപാട് വാഹനത്തിൽ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് പരസ്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഇവിടെ മുക്കും മൂലയൊക്കെ പരസ്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ നാട്ടിലൊരു സംഭവം വന്നിട്ട് ഞാൻ കാണാതെയും കേൾക്കാതെയൊക്കെ ഇരിക്കുന്നത് വളരെ മോശമല്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ 1-2 പേരെ വിളിച്ചപ്പോൾ അവർക്കൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ടിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പർച്ചേസിങ് സെക്കൻഡ് ഓപ്ഷനാണ്. ആദ്യം 49 രൂപ മുതൽ കൊടുത്തു തുടങ്ങുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് നോക്കുന്നതാണ്. അപ്പം കൊള്ളാം എന്നുണ്ടെങ്കിലേ ഞാൻ വാങ്ങത്തുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങത്തില്ല. അപ്പം അങ്ങോട്ടേക്ക് പോകണം. എനിക്ക് നേരെ ഇനി ജോലിക്കും കൂടെ പോകണം. അവിടെ കയറിയിട്ട് ഒരു 9 മണി കഴിയുമ്പോഴത്തേക്കും 8:45 ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തെത്തി. വസ്ത്രമഹാ അത്ഭുതം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ എത്തുമ്പം ഇത് റോഡിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പം വഴിയെ പോകുമ്പോഴൊക്കെ ബസ് ഇരുന്ന് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഷോപ്പ് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര തിരക്കായാണ് വൈകുന്നേര സമയത്ത്. ഇപ്പോൾ ഇതൊരു ഒരാഴ്ച ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പകലായതുകൊണ്ടായിരിക്കും വലിയ ഉണ്ടാക്കാത്തത്. എനിക്കിവിടെ വന്നിടത്തോളം എനിക്ക് മനസ്സിലായത് ഇവിടെ എല്ലാം 9ൻ്റെ കളിയാണ്. 49, 69, 79, 99, ഈ പറയുമ്പോൾ 149 എല്ലാം 9ൻ്റെ കളികളാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടത് കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങൾ മാത്രം നോക്കി. ഇത് ആ ഒരു ബ്ലൂ കളർ 399 അത് 9ൻ്റെ കളികളാണ് കേട്ടോ. അപ്പം 399 400 രൂപ റേഞ്ച്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രോപ്പ് ടോപ്പ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ജീൻസിൻ്റെ കൂടെ ആണെങ്കിൽ എനിക്ക് ഇച്ചിരി ഇറക്കമുള്ള ടോപ്പ് വേണം. അതൊക്കെ ഒരു 299, 300 ആ റേഞ്ചായിരുന്നു. കൊള്ളാം, എന്താണ് കളക്ഷൻസ് കൊള്ളാം. പിന്നെ നമ്മൾ മെറ്റീരിയലൊക്കെ ഒന്ന് നോക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ സീനില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ടോപ്പും ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പാണ്. ഈ മെറ്റീരിയൽ എനിക്ക് എത്ര അങ്ങ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറെയൊക്കെ നോക്കി. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഡ്രസ്സുകളുണ്ടെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നത്, കാരണം നമുക്ക് ലാഭമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർന്നത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോന്നും തപ്പി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ലേഡീസിനുള്ള ഷർട്ടുകളുണ്ടായിരുന്നു. പിന്നെ ആ ഷർട്ട് മെറ്റീരിയൽ അത്യാവശ്യം കൊള്ളാമെന്നുള്ളതുകൊണ്ട് ഞാൻ മെറ്റീരിയലിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 399. ഇതിനിടയിൽ നമ്മൾ ഈ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നല്ലത് മാത്രമാണ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം മോശമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. കാരണം അത്രയ്ക്ക് എന്താണ് മെറ്റീരിയൽ ക്വാളിറ്റി വളരെ കുറവായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. അത്യാവശ്യം എനിക്ക് കൊള്ളാം. കാരണം അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്നും തികയാതെ വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം തിരഞ്ഞിടിച്ച് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലേഡീസിനുള്ള ഷർട്ടുകളാണ് ഈ കിടക്കുന്നത് അത്രയും. അതെല്ലാം ഈ പറയുമ്പോൾ 499, 399 ആ റേഞ്ച് ഉള്ളതാണ്. ഇതൊക്കെ ഇച്ചിരി പഴയ മോഡലുകളൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വലിഞ്ഞു. പിന്നെ ഒരു ടോപ്പ് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. പിന്നെ ഞാൻ അതിൻ്റെ പ്രൈസ് അല്ലാതെ ഞാൻ വെറുതെ നോക്കിയതാണ്. അപ്പോൾ ഇത് 299 ആയിരുന്നു. 300 രൂപ. വീട്ടിലിടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇവിടെയൊക്കെ 499ൻ്റെ കളക്ഷൻസാണ്. ഈ ടോപ്പുകൾ അത്രയും 499ൻ്റെ ഇതാണ്. അപ്പുറത്തായിട്ട് തന്നെ കുർത്ത മോഡലുകളുണ്ട്. അത് 449. ഞാൻ പറഞ്ഞില്ല എല്ലാം 9ൻ്റെ കളികളാണ് ഇവിടെ. ജീൻസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു 499. എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല. മെറ്റീരിയലിൽ ഒരു വാഷൊക്കെ കഴിയുമ്പോൾ ഒരു പരിവാവും. പിന്നെ ജഗ്ഗിൻസ് ഉണ്ടായിരുന്നു 349. കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ റേറ്റ് ഇത്തിരി കൂടുതലല്ലേ എന്നും ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. വെളിയിലത്തെ റേറ്റ് എനിക്ക് അറിയത്തില്ല. പിന്നെ 269ൻ്റെ ജഗ്ഗിൻസും ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, മെറ്റീരിയൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ഓക്കെ ആണെന്ന് തോന്നിയത് 149ൻ്റെ ഈ ഒരു ടൈപ്പ് പാൻറ്റാണ്. 3/4 പറഞ്ഞതാണ്. ഡെയിലി യൂസസിന് അല്ല, നമ്മളിപ്പോൾ അല്ലാതെ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ആ ബ്ലൂ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഇട്ടേക്കുന്ന കളർ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ലെഗീൻസ് ഉണ്ടായിരുന്നു 199.
199-ൻ്റെതും 99-ൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മെറ്റീരിയൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ലാസ്റ്റ് ചെയ്യും എന്നെനിക്ക് സംശയമാണ്. പിന്നെ 99-ൻ്റെ അല്ലാത്ത ലെഗിൻസും ഉണ്ടായിരുന്നു. ആ ലെഗിൻസ് പക്ഷേ വാങ്ങിക്കാതിരിക്കണതാണ് നല്ലത്. ഒട്ടും കട്ടിയില്ല. പെട്ടെന്ന് അതിൽ കണ്ണ് വീഴാൻ ചാൻസ് ഉണ്ട്. അത് വലിയുമ്പോഴത്തേക്കും. പിന്നെ ഇത് 69-ൻ്റെ ടോപ്പിൻ്റെ സെക്ഷൻസാണ്. ഇത് ഇത്ര 69 കേട്ടോ. ഈ 69-ൻ്റെ ടോപ്പുകൾ എനിക്കൊന്നിന് വീട്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ മെറ്റീരിയൽ തീരെ പുവറാണ്. പിന്നെ 249-ൻ്റെ കുറച്ച് ടോപ്പുകളുണ്ടായിരുന്നു. പല റേഞ്ചിനാണ് അവിടെ ഉള്ളത്. 249, 399 എല്ലാം ഈ പറയും പോലെ. ചിലത് കോളർ ടൈപ്പുകളായിരിക്കും. എനിക്ക് കോളർ ടൈപ്പ് അധികം ഇഷ്ടമൊന്നുമല്ല. ചില കളർ കണ്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ മോഡൽ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ പിന്നെ അതങ്ങ് അവിടെ വയ്ക്കും. മിക്കപ്പോഴും എനിക്ക് കോളർ ടൈപ്പ് ഡ്രസ്സുകൾ ചേരാത്തതാണെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് പാൻറ്റുകളുണ്ടായിരുന്നു. ക്വാളിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ചൊന്ന് മെറ്റീരിയൽ കൊള്ളാമെന്ന് തോന്നി. അതുപോലെ തന്നെ പ്രൈസിന് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 129-ൻ്റെ പാട്ടിയാല പാൻറ് ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ ഇടാം, കുഴപ്പമില്ല. അതായത് ഇതൊരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ കണക്കാണ്. നമുക്ക് വീട്ടിലിടാനോ അല്ലെങ്കിൽ പുറത്തോട്ടിട്ടുണ്ട് പോകാനോ ഒക്കെ കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. ബനിയൻ ടൈപ്പാണ്, അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല. പക്ഷേ സ്റ്റിച്ച് വിട്ടു പോകും എന്ന് നമുക്ക് പറയാണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അതിപ്പം യൂസ് ചെയ്യുന്ന കണക്കിരിക്കും. പിന്നെ ഈ ഒരു സെക്ഷനിലുള്ള സംഭവങ്ങളും കൊള്ളായിരുന്നു. അതായത് ഇപ്പോൾ വീട്ടിലിടാൻ പറ്റും നമുക്ക്. അതല്ലെങ്കിൽ പുറത്തോട്ട് ചെറിയ ലെങ്ത് കുറഞ്ഞുള്ള ടോപ്പുകൾക്ക് വേണമെങ്കിൽ ഇടാം. കൂടുതലും വീട്ടിൽ ഇടുന്ന പാൻറ്റുകളാണ് ഇതിൽ. പിന്നെ നല്ല നല്ല മെറ്റീരിയൽ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോവാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇടുന്നേക്കാളും പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകുന്നത് നല്ലതായിരിക്കും. 149 രൂപയേ ഉള്ളൂ. പിന്നെ ഇത് വീട്ടിൽ ഇടാൻ നല്ല പാൻറ് കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ കണ്ടാണ് ഞാൻ എടുക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല സെലക്ഷൻസ് ആയിരുന്നു. ഞാൻ മുമ്പായിരുന്നെങ്കിൽ ഈ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ എടുത്തേനെ, കാരണം വീട്ടിൽ ഇടുന്ന പാൻറ്റൊക്കെ എടുത്തേനെ. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഒരു പാൻറ്റ് എൻ്റെ അനിയത്തിക്കുണ്ട് കേട്ടോ. ആണ് പെട്ടെന്ന് ഞാൻ അതിൽ പിടിച്ചത്. അപ്പോൾ ഞാൻ ഇനി വിചാരിക്കുന്നത് വീട്ടിൽ ഇടാൻ കുറച്ച് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാം എന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഈ ടൈപ്പ് തുണികളൊന്നും എടുക്കാണ്ട് ഇരുന്നത്. പിന്നെ 99 രൂപയ്ക്ക് ഇത് മെറ്റീരിയൽ സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് 99 രൂപയേ ഉള്ളൂ. എങ്ങനെയാണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി ഡൗട്ടുണ്ട്. മെറ്റീരിയലിന് ഇത്തിരി വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഡൗട്ട് വന്നത്. പിന്നെ ലാസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 99 രൂപയ്ക്ക് 3/4 ഉണ്ടായിരുന്നു. 3/4 ആയിട്ടുള്ള ജഗ്ഗീൻസിൻ്റെ മോഡല്. അത് കൊള്ളാം. പക്ഷേ കളർ ഇത്തിരി നരച്ച കളറാണ്. വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പം ഇച്ചിരി കളർ മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മെറ്റീരിയൽ കൊള്ളാം. പിന്നെ കുറേ സ്കർട്ടുകളുണ്ടായിരുന്നു. അത് ലെങ്ത് കുറഞ്ഞതും ഉണ്ടായിരുന്നു, ലെങ്ത് കൂടിയതും ഉണ്ടായിരുന്നു. 349 രൂപയായിരുന്നു. പക്ഷേ 349 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി സംശയമുണ്ട്. പിന്നെ കൂടുതലും ഞാൻ പെട്ടതെല്ലാം ഈ പാൻറ്റിൻ്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. പക്ഷെ അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. മെറ്റീരിയൽ നോക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ സീന് വരത്തില്ല. ഞാൻ പണ്ട് 100-ൻ്റെ പാൻറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ വീട്ടിൽ യൂസ് ചെയ്യണതാണെങ്കിൽ ഇല്ലാണ്ടാവാറുണ്ട് കേട്ടോ. അതിൻ്റെ ബെൽറ്റൊക്കെ പോയി ഇല്ലാണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ പോയത് കുട്ടികൾക്കുള്ള ഫ്രോക്ക് സെക്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി, അതായത് ഇപ്പം ലേഡീസിനെ എടുക്കുകയാണെങ്കിലും ജെൻസിനെ എടുക്കുകയാണെങ്കിലും കുറച്ചും കൂടി ലാഭം കുട്ടികളുടെ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കായിരിക്കും പെൺകുട്ടികളുടെ സെക്ഷൻ. എനിക്ക് കുറച്ച് അങ്ങനെ തോന്നി. കാരണം ഈ ഹാങ് ചെയ്തേക്കുന്ന ഫ്രോക്കുകളിൽ നിന്ന് നമ്മൾ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 249 ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്കത് ഓക്കെ ആണെന്ന് തോന്നി. 249 രൂപയേ ഉള്ളൂ. ലാസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഈ ഒരു ഇതിൻ്റെ മെറ്റീരിയൽ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഡ്രസ്സായിരുന്നു. പിന്നെ ഈ സെക്ഷനിൽ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിരുന്നു. ഏകദേശം ഉള്ളതെല്ലാം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിരുന്നു. 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ കുട്ടികൾക്ക് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 369 കേട്ടോ. കൊള്ളാം. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ലാഭമെന്ന് തോന്നിയത് കുട്ടികളുടെ സെക്ഷൻ തന്നെയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ മെൻറ്റാലിറ്റിയാണ്. ചിലർക്ക് ഈ സെക്ഷൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലായി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലായി. അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിവിടെ വന്നിട്ട് അയ്യോ കൊള്ളത്തില്ല എന്ന് പറയരുത്. ഒന്നാമത്തെ കാര്യം ഇപ്പം പറയുകയാണെങ്കിൽ ഈ യെല്ലോ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. പെൺകുട്ടികൾക്ക്, കുഞ്ഞുകുട്ടികൾക്ക്, കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നല്ല ഇതുണ്ട്. അതിൻ്റെ വേറൊരു സൈസാണ് ഈ പറയുന്ന റോസ് കളറും വ്യത്യാസമുണ്ട്. പക്ഷേ മോഡൽ നോക്കുമ്പോൾ കൊള്ളാം, നല്ല ഇച്ചിരി വ്യത്യസ്തം. എന്നാൽ ഇത് ഓൾഡാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എമൗണ്ടിന് നോക്കുമ്പം ഓക്കെ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. 369 രൂപയ്ക്ക് 2 കിട്ടുന്നില്ലേ? അപ്പോൾ എന്തായാലും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി.
പക്ഷേ ഇത് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവർ അവിടെ നിന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഫ്രോക്ക് ഗേൾസിനുള്ളത് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആണെന്ന്. പിന്നെ അവരോട് പറയുകയും ചെയ്തു, ഇങ്ങനെ ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കില്ല, കാരണം ഇത്രയും തുണികളൊക്കെ കിടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് കണ്ണ് അതിലോട്ട് എത്തത്തില്ല. അപ്പോൾ ഒന്ന് അറിയത്തക്ക രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കിടക്കുന്ന ഡ്രസ്സുകളെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ കളക്ഷൻസ് വരുമ്പം, അതായത് ഇപ്പോൾ തലേ ദിവസം കളക്ഷൻ, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കളക്ഷൻ വന്ന സമയത്താണ് ഞാനിപ്പോൾ കയറി ചെന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കുറേ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഇതിനിടയ്ക്ക് ഞാൻ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു നൈറ്റ്. കാരണം എന്താണ് സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട്, കാരണം വീഡിയോ എടുക്കാൻ ഞാൻ അത്ര പ്രിപ്പയർ ആയിട്ടല്ല പോയത്. അപ്പോൾ അന്ന് അത്രയും ഞാൻ കളക്ഷൻസ് എനിക്ക് തോന്നിയിരുന്നില്ല. കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് അടിച്ചാണ് ഇറങ്ങിയത്, വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ഒന്നുകൂടെ ചെല്ലാം, നോക്കാം കളക്ഷൻസ് ഉണ്ടോയെന്ന്. അപ്പോൾ നോക്കിയപ്പം കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനത്തെ ഇതിപ്പം ഒരു ചെറിയ ടോപ്പ് കണക്കുള്ളതാണ്, അതായത് കുഞ്ഞു ഉടുപ്പ് കണക്കുള്ളതാണ്. കൊള്ളാം. എക്സലോ ഡബിൾ എക്സലോ അങ്ങനെ എന്തോ ആയിരുന്നു. അതൊക്കെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വണ്ണം അടിച്ചിട്ടുണ്ട്. പിന്നെ 179 പാൻസുകളാണിത്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ബൈ വൺ ഗെറ്റ് വണ്ണിൽ കിട്ടുന്നതെല്ലാം എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്ററാണ്, നല്ല ഓഫറാണ്. അല്ലാതെ നമ്മൾ ഒരെണ്ണം സിംഗിളായിട്ടൊക്കെ എടുക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു അത്ര ഇതായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ കുറേ പലാസകളുണ്ടായിരുന്നു, 349 കുറേ പലാസകളുണ്ടായിരുന്നു. ഈ മോഡലൊക്കെ 249 കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒന്നും പെൻസിൽ ഇടാറില്ല, അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് കൊടുത്തിരുന്നില്ല. ഞാൻ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാൻ പോയി. ഇതും വേറൊരു ടൈപ്പ് എന്താണ് പലാസ മോഡൽ പാൻറ്റാണ്. പക്ഷേ എനിക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ വെള്ള കൊള്ളാം, പക്ഷേ എനിക്ക് വെള്ള ഒട്ടും പറ്റൂല. കാരണം ഞാൻ എവിടെന്നെങ്കിലും അഴുക്ക് വഹിച്ചു കൊണ്ടുവരും. അതാണ് ഞാൻ വെള്ള ഇട്ടാലുള്ള കുഴപ്പം. എന്നെ പോലെ എത്ര പേര് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ കുളമാക്കണവരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കണേ. ഞാനൊക്കെ വെള്ളം ഇട്ടാൽ പിന്നെ പറയണ്ട, അത് കറുപ്പായി മാറും. പിന്നെ ഈ ഒരു ടോപ്പ് കൊള്ളാറുണ്ട്, ഭയങ്കര കൊള്ളാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുഴപ്പമില്ല. ഇതിനിടയിൽ മോശമായിട്ടുള്ള ടോപ്പുകളുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഒട്ടും കൊള്ളത്തില്ല, ചീപ്പായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലൂറസെൻ്റ് കളർ കണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. പക്ഷേ ഇതൊന്നും ഞാൻ ഇടത്തില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു കളർ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ ഈ ഹാങ് ചെയ്യണ ഒന്നും എൻ്റെ സൈസ് ആയിരുന്നില്ല, എല്ലാം കൊച്ചു കൊച്ചു പിള്ളേർക്കുള്ള സൈസുകളാണ്. പക്ഷേ ഇത് മെറ്റീരിയൽ കൊള്ളാം, ഇത് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇത് ക്രോപ്പ് ടോപ്പാണ്, ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. പക്ഷേ മെറ്റീരിയൽ കൊള്ളാം, അത്യാവശ്യം എമൗണ്ടും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. പക്ഷെ 329 രൂപ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല, എമൗണ്ട് ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ നമുക്കിപ്പോൾ രാമേന്ദ്രയിലൊക്കെ പോകണമെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകളിൽ പോകണമെന്നുണ്ടെങ്കിലും ആ ഒരു എമൗണ്ട് വരും എന്നെനിക്ക് തോന്നി. കൂടുതൽ എന്നല്ല, അവിടുത്തെ എമൗണ്ട് തന്നെ കറക്റ്റ് ഇവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു പാൻറ്റിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ബൈ വൺ ഗെറ്റ് വൺ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ മെറ്റീരിയൽ കൊള്ളാം. ഇവർ ഈ പറയുന്ന എമൗണ്ടിനും അതെ ബൈ വൺ ഗെറ്റ് വൺ തന്നെയാണ്. 399 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും. അപ്പോൾ മോനൂട്ടന് പാൻറ്റ് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചിലതിൻ്റെയൊക്കെ സ്റ്റിച്ച് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈ വൺ ഗെറ്റ് വണ്ണിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുമോ അല്ലെങ്കിൽ ഭയങ്കര ഫിനിഷിങ്ങിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെയൊന്നും കിട്ടത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് എടുത്തില്ല, തൽക്കാലം ഞാനത് എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു, നേരത്തെ എടുത്തിട്ട് ഒരു ഗ്രീൻ പിസ്ത ഗ്രീൻ കണക്കുള്ള കളർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മോനോട്ടന് ഒരു പിസ്ത ഗ്രീനിലുള്ള പാൻറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതാണ്ട് ഈ ഒരു കളറുമായിട്ടൊക്കെ മാച്ചായിട്ട് വരും. ഇത് ഇച്ചിരി ലൈറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ നൈറ്റി ഉണ്ടോയെന്നൊക്കെ നോക്കി, അപ്പോൾ അവിടെ എങ്ങും നൈറ്റി കണ്ടില്ല. നൈറ്റീരിയ മെറ്റീരിയലോ അങ്ങനെ ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ ഇതൊക്കെ കണ്ടു. പിന്നെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സെക്ഷനിൽ നൈറ്റീരിയ മെറ്റീരിയൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അമ്മയ്ക്ക് മെറ്റീരിയൽ അമ്മ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടുന്ന ആളാണ്. അപ്പോൾ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മയും കൊണ്ട് വന്ന് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ആ സെക്ഷനിൽ ഞാൻ കണ്ടില്ല. പിന്നെ ജീൻസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ജീൻസിൻ്റെ എനിക്ക് തോന്നുന്നു ജെൻസിനുള്ള സെക്ഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മെറ്റീരിയൽ അതായത് തുണി അത്ര കൊള്ളാത്ത കണക്ക് തോന്നി, ചീപ്പായിട്ട് തോന്നി. പിന്നെ ഷർട്ടുകളുണ്ടായിരുന്നു, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇട്ടേക്കുന്ന ഷർട്ടുകൾ. എനിക്ക് ഈ ഷർട്ടൊന്നും ഏട്ടൻ ഇടുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ ആ ഷർട്ടുകൾ കണ്ടപ്പം ഇപ്പോൾ ഇടുന്ന ട്രെൻഡിനനുസരിച്ചുള്ള ഷർട്ടുകളായിരുന്നു കേട്ടോ. പിന്നെ ഈ സെക്ഷനൊന്നും എൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ വലുതായിട്ട് കൈ കടത്താനോ അല്ലെങ്കിൽ ഈ പറയുമ്പോൾ പ്രൈസുകളൊന്നും വലുതായിട്ട് നോക്കാനോ നിന്നില്ല. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഏരിയയാണ്. പിന്നെ ഇതെല്ലാം ജെൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ 399 രൂപയ്ക്ക് ബെഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ബെഡ് ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, 600-700 കൊണ്ടേ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് കൊള്ളാം എന്ന് എനിക്ക് തോന്നി. പിന്നെ പില്ലോസ് ഉണ്ടായിരുന്നു, പില്ലോസ് ഓഫറിനുണ്ടായിരുന്നു. പിന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ
ഇതൊക്കെ ഓഫറിനുള്ള ബെഡ്ഷീറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ബെഡ്ഷീറ്റ് ഭയങ്കര ക്വാളിറ്റി ഉള്ള കണക്ക് നിങ്ങൾക്ക് തോന്നും വീഡിയോസിൽ, പക്ഷെ അത്ര വലിയ കട്ടിയുള്ള മെറ്റീരിയൽ അല്ല. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു 99 100 അങ്ങാണ്ടായിരുന്നു. കുഴപ്പമില്ല, ആ ഒരു പൈസയ്ക്ക് നോക്കുമ്പം നമുക്ക് വലിയ സീൻ വരത്തില്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ആ ഒരു ഇത് നോക്കി ഞാൻ പ്രൈസ് നോക്കിയതാണ്. പിന്നെ ഇവിടെ കുറേ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഗേൾസിനുള്ള ടോപ്പുകളാണ്. 299, 399, എല്ലാം 99, 9 ഇതൊക്കെ തന്നെ. അപ്പോൾ കുറേ കളക്ഷൻസ് അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനുടനെ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം എടുത്തു. അതായത് ഇതിൻ്റെ ഒരു ചുടുകട്ട കളർ പറഞ്ഞത് എടുത്തു. എനിക്ക് അപ്പോഴെടുക്കാൻ പറ്റിയില്ല വീഡിയോ. വിൻ്റർ സമയത്തൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാരണം മഴയൊക്കെ അല്ലേ വരുന്നതെന്ന് കരുതി. ഇത് ജെൻസിനുള്ള 99 രൂപ ടീഷർട്ടുകളാണ്. വാങ്ങാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, മെറ്റീരിയൽ കൊള്ളത്തില്ല. 10 മണിക്ക് എനിക്ക് ഷോപ്പിൽ കയറണം എന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പം 69-ൻ്റെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ ചീപ്പാണ്. അതിന് ആ ഒരു ക്വാളിറ്റിയെ കാണത്തുള്ളൂ. 69-ന് എത്ര ക്വാളിറ്റി വരും അത്ര ക്വാളിറ്റിയെ കാണത്തുള്ളൂ. അതിൽ ഒരുപാടൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് ചെല്ലാൻ പാടില്ല. പിന്നെ സമയം എടുത്ത് നമുക്ക് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ ലാഭിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ടായിരുന്നു, അത് കൊള്ളാം. പിന്നെ വീട്ടിൽ ഇടാനൊക്കെ കൊള്ളാം. പുറത്തോട്ടിട്ടുണ്ട് പോകാൻ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ വീട്ടിൽ ഇടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൊള്ളാം, കുഴപ്പമില്ല. കഴിവതും ടൈം എടുത്ത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിനുള്ളത് കിട്ടും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ജെൻസിൻ്റെ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടു. ലേഡീസിന് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ. ഒന്ന് പാൻറ്റിൻ്റെ സെക്ഷൻ കൊള്ളായിരുന്നു. പിന്നെ കുർത്താസ് ചിലത് എല്ലാം കൊള്ളത്തില്ലായിരുന്നു, എല്ലാം ഒന്നും കൊള്ളത്തില്ല, ചിലതൊക്കെ കൊള്ളാം. നോക്കിയെടുത്താൽ മതി. കുർത്തായിൽ എനിക്ക് തോന്നുന്നു അത്ര ഇതില്ല, പക്ഷെ പാൻസ് കൊള്ളാം, കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ കയറി നോക്കിയപ്പോൾ എൻ്റെ മൈൻഡിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ്. കുട്ടികളുടെ സെക്ഷൻ കൊള്ളാം, കുഴപ്പമില്ല. ഞാൻ ബെഡ്ഷീറ്റ് അതൊക്കെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്രത്തോളം നമ്മൾ സെലക്ട് ചെയ്യുന്നോ അത്രത്തോളം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ക്വാളിറ്റി നോക്കുക. കാരണം നമ്മളിപ്പോൾ തീരെ കുറഞ്ഞത് ഇട്ടിട്ട് 2-3 ദിവസമേ ഇടാൻ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് അത് ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 69-നൊക്കെ എടുത്താലും അത് 59-ന് എടുത്താലും അല്ലെങ്കിൽ ഈ പറയും പോലെ 159-ന് എടുത്താലും നഷ്ടമായിരിക്കും. അപ്പം അത് നോക്കി എടുക്കുക, മെറ്റീരിയൽ നോക്കി എടുക്കുക, അതല്ല വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഇന്നത്തേക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.